ധനുഷേട്ടാ, അമേരിക്കയിൽ പുതിയ ട്രംപ് വന്നിട്ടുണ്ട്. ട്രംപ് വന്നപ്പോൾ ലോകം മുഴുവൻ മാറ്റം ഉണ്ടാകുകയാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. പക്ഷെ പുതിയ വിവരങ്ങൾ അങ്ങനെയല്ലല്ലോ പുറത്തു വരുന്നത്. അതെന്താണ്? ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം സുഖകരമല്ല എന്നൊക്കെ ഇവർ പറയുന്നത് ചുമ്മാ വെറുതെ പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നല്ല ബന്ധം തന്നെയാണ്. അമേരിക്ക എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ശ്രീത്തിന് അറിയാമോ? അമേരിക്കയുമായിട്ട് പ്രശ്നമുണ്ട് എന്ന് പറയാനുള്ള രണ്ട് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ചൈനയും ഒന്ന് റഷ്യയും മാത്രമാണ്. റഷ്യ നമുക്കറിയാലോ, കോൾഡ് വാറിന്റെ സമയം, കോൾഡ് വാർ നടന്നു തന്നെ സോവിയറ്റ് യൂണിയനായി തകർന്ന് അമേരിക്കയുടെ ലക്ഷ്യം തന്നെ റഷ്യ തകരണമെന്നായിരുന്നു. ഗോർബച്ചേവിന്റെ സമയത്ത് കോൾഡ് വാർ ഉണ്ടായി, തകർന്നിട്ടുണ്ട്. റഷ്യ പണ്ടാതെ തുടങ്ങി. ചൈന ഇപ്പോൾ വളർന്നു വരുന്ന വലിയൊരു രാജ്യമായതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് അമേരിക്കയ്ക്ക് അതിഭീകരമായിട്ടുള്ള ശത്രുത ഇപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം ചൈന അമേരിക്കയെ വകവയ്ക്കാറില്ല. അതേ പാതയിലാണ് ഇപ്പോൾ ഇന്ത്യയും പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ചൈനയുടെ മാർക്കറ്റാണ് ചൈനയുടെ ശക്തി. ചൈനയ്ക്ക് ഇത്രയും വലിയ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചൈന എന്ത് ചെയ്യും? ചൈനയ്ക്കകത്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ചൈന അവിടെയുള്ള സാധനങ്ങൾ അവിടെ തന്നെ വിൽക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ പോരാത്തത് ഇനി ഈ ചൈനയ്ക്കകത്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും എന്ന് പറയുമ്പോൾ ആ മാൻ പവർ, ചൈനീസ് ജനങ്ങളുടെ ആ ഒരു മാൻ പവർ ലോകരാജ്യങ്ങൾക്കും അതിഭീകരമായിട്ട് ആവശ്യമാണ്. കാരണം ഈ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ് ഇപ്പൊ ഇന്ത്യയാണ്, രണ്ടാമതാണ് ചൈന. ഇപ്പൊ ഈ മാൻ പവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊരു വലിയൊരു കമ്പനിയുണ്ട്. ആ കമ്പനി ഞാൻ പറയുകയാണ് അമേരിക്കയിലേക്ക് ഞാൻ വരട്ടെ എന്ന്. ഞാൻ ആ കമ്പനി അമേരിക്കയെ സമീപിക്കുകയാണ്, അമേരിക്കയിൽ ഒരു ഭരണകൂടത്തെ സമീപിക്കുകയാണ്. അപ്പോൾ ഞാൻ അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അമേരിക്കൻ സാഹിബിനെന്ന് പറഞ്ഞാൽ അവന് പണി എടുത്ത് ശീലമില്ല, പണി എടുപ്പിച്ച് ശീലമേ ഉള്ളൂ, പണി എടുക്കത്തില്ല. അതാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഞാനൊരു മൊബൈൽ ഫോണിന്റെ കമ്പനിയാണ്, എനിക്ക് ഇത്ര റോ മെറ്റീരിയൽസ് ഉണ്ട്, നിങ്ങൾ ഇത്ര സമയം പണിയെടുക്കണം, 12 മണിക്കൂർ പണിയെടുക്കണം, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം, നിങ്ങൾക്ക് ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ സാഹിബ് പറയും പോടാവില്ല എന്ന് പറയും. കാരണം സാഹിബിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വെള്ളിയാഴ്ചക്ക് ശേഷം സാഹിബ് പണിയെടുക്കത്തില്ല, ശനി ഞായർ സാഹിബ് പിന്നെ പണിയെടുക്കത്തില്ല, ചില്ലിങ് ആണ്. സാഹിബ് പിന്നെ വെക്കേഷൻ കൊടുക്കണം, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മുതലാളിത്ത രാഷ്ട്രമാണല്ലോ അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷെ നേരെ ചൈനയിലോട്ട് പോയി നോക്കൂ, പണിയെടുക്കാനായിട്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ചൈനയുടെ വികസനത്തിന്റെ ഒരു വലിയൊരു ചൈനയുടെ നേട്ടം കൂടെ അതാണ്. മനസ്സിലായില്ലേ? ചൈന അവിടെ ഒരു ഫാസിസ്റ്റ് സർക്കാർ അവിടെ ഉണ്ട്, ഏകാധിപതിയാണ് ഷീ ജിൻപിങ്ങിന്റെ കീഴിൽ ജനങ്ങൾ ഇത്രയും പണിയെടുക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ അതിൽ അവർക്ക് പരാതിയില്ല, പരിഭവമില്ല. കാരണം ചൈന അത്രയ്ക്ക് വികസിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഷീ ജിൻപിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ 12 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ട് ഷിഫ്റ്റ് ഇട്ട് കൊടുത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കി ഷീ ജിൻപിങ് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ പൊളിറ്റിക്സിൽ ഇടപെടരുത്, നിങ്ങൾക്ക് കുടിക്കാനും നിങ്ങൾക്ക് മദ്യം, മദിരാശി എല്ലാം ചൈനയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കക്കാർ പോലും ചൈനയ്ക്കകത്ത് വന്നിട്ട് ചൈനയുടെ എയർപോർട്ട്സും ചൈനയുടെ റെയിൽവേ സ്റ്റേഷൻസും, ചൈന ഇപ്പോൾ നമ്മൾ 2024 ചൈന 2052 പല ആൾക്കാരും പറയുന്നത്. അതൊക്കെ സത്യം തന്നെയാണ്. അപ്പോൾ ചൈനയുമായിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പൊ ചൈനയായിട്ട് അമേരിക്കയ്ക്ക് ഭയങ്കര ശത്രുതയാണ്. ഇറാനുമായിട്ടൊന്നും അമേരിക്കയ്ക്ക് ഒരു ശത്രുതയില്ല. ഇറാൻ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടുകാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ, ഇറാനിലെ ആണവായുധങ്ങളും ആണവ നിലയങ്ങളെല്ലാം അമേരിക്ക ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന രീതിയിലെല്ലാം തുടക്കത്തിൽ ട്രംപിന്റെ എല്ലാം കാലത്ത് തുടക്കത്തിൽ അങ്ങനെയല്ല. കാരണം ഇറാൻ എന്ന് പറയും, ഇപ്പൊ അമേരിക്ക ലോക പോലീസാണ് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. ആ ലോക പോലീസായിട്ടുള്ള അമേരിക്കയ്ക്ക് എല്ലാ രാജ്യങ്ങളുടെയും ഒരു കടിഞ്ഞാൺ കയ്യിൽ വേണം എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കടിഞ്ഞാണ് പോലും ഇപ്പോ ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിൽ വേണം എന്ന് പറയും. ഇന്ത്യയിൽ എപ്പോഴും ഇരുന്നത് ഒരു പപ്പറ്റ് സർക്കാരാണ്, അതറിയാമോ? അതായത് മൻമോഹൻ സിംഗ് അടക്കം അമേരിക്കയിലെ ഒരു പപ്പറ്റ് ആയിരുന്നു. അതിനുശേഷം അവര് മൻമോഹൻ സിംഗിന്റെ ഭരണം ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്ന് മനസ്സിലായപ്പോഴാണ് അവരെന്ത് ചെയ്തത്? അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞൊരു പപ്പറ്റിനെ CIA ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ആ ഒരു പ്രവചനങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇവർ വിചാരിച്ചു 2019 എടുത്ത് കളയാന്ന് വിചാരിച്ചു. വീണ്ടും ശക്തിപ്പെടുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? ഇന്ത്യക്കകത്ത് ഒരു കളിയും നടക്കാത്ത ഒരു സാഹചര്യം, ജോർജ് സോറോസിന്റെ ഒരു കളിയും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇന്ത്യക്കകത്ത് ഒരു ഹോൾഡ് ഇല്ല. അപ്പൊ അവർക്ക് ബംഗ്ലാദേശിൽ അവര് അനാവശ്യമായ സമരങ്ങളും നടക്കുന്നുണ്ട്. അതിനെല്ലാം എന്ന് പറഞ്ഞാൽ അമേരിക്ക, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അമേരിക്ക ലോക പോലീസാണ്. അമേരിക്കയ്ക്ക് ഒരു സാധനം ഇന്ത്യയിൽ കൊണ്ടിറക്കണം. ഉദാഹരണത്തിന് ഇപ്പോ അമേരിക്കക്കാരൻ ഇവിടെ അവന്റെ ന്യൂഡിൽസും കൊണ്ടിറക്കി ഇവിടെ കഴിച്ച് ക്യാൻസർ വരുന്ന ആൾക്കാർക്ക് മരുന്നും കൊണ്ടിറക്കും. അപ്പൊ ആർക്കാണ് ലാഭം? അമേരിക്കക്കാരനാ ലാഭം, ഇല്ലേ? അപ്പോൾ അവന്റെ ഇവിടെ ന്യൂഡിൽസ് കൊണ്ട് ഇറക്കുമ്പോൾ നമുക്കൊരു ഭരണാധികാരി ഉണ്ട്. ആ ഭരണാധികാരി പറയുകയാണ് ഈ ന്യൂഡിൽസ് ഇവിടെ ഇറക്കണ്ടെന്ന് പറയുകയാണെങ്കിലോ, ന്യൂഡിൽസ് ഇവിടെ ഇറക്കണ്ടെന്ന് പറയുകയാണ്. നിങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി ഭക്ഷണം മാത്രം ഇങ്ങോട്ട് ഇറക്കിയാൽ മതി എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയുക. ഇടക്കാലത്ത് ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യ സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ. ഈ
ഈ ഉപരോധം ഏർപ്പെടുത്തുന്ന ചില ടിക്ടോക്ക് പോലുള്ള ഇത് നിരോധിക്കുന്നു, അത്തരത്തിലുള്ള ഈ വ്യവസായങ്ങൾ അത് ചൈനയോടുള്ള ഇതായിരുന്നു. അല്ല, അതേ സമാനമായ രീതിയാണ് അമേരിക്ക. സമാനമായിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഏറെക്കുറെ. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് എല്ലായിടത്തും ഒരു ഹോൾഡ് വേണമെന്ന് അമേരിക്കയ്ക്ക്. അതുകൊണ്ട് ഇറാനുമായിട്ട് അമേരിക്ക ഇതൊന്നുമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇറാനെ ഇസ്രായേൽ അടിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. ഇറാൻ വാണിംഗ് കൊടുത്തു, ഇപ്പൊ അടി വരും, അതുകൊണ്ടൊന്ന് നോക്കിയും കണ്ടൊക്കെ ഇരുന്നോന്ന് പറഞ്ഞു. ഇസ്രായേലിനോട് ഇറാൻ അടിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ചില വാർത്തകൾ വരുന്നത് അമേരിക്ക പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആണവ നിലയങ്ങൾ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായ ചില റിപ്പോർട്ട്. അതൊക്കെ ഈ പുറമേ ഇവര് കാണിക്കുന്നതൊക്കെ വെറും ഗിമിക്സ് ആണ്. നമ്മൾ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. ഈ ഗിമിക്സ് ആണ്. അതായത് നിങ്ങൾ ആണവ നിലയം, അതായത് ഞങ്ങൾ പറയുന്നതനുസരിച്ചാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ലോകത്തിനെ കാണിക്കണം. കണ്ടോ, ഞങ്ങൾ ഇസ്രായേലിനോട് ആണവ നിലയം അടിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ അല്ലെങ്കിലും ആണവ നിലയം ഇസ്രായേൽ അടിക്കാൻ പോകുന്നില്ല. കാരണം ചെർണോബിൽ ദുരന്തം അടക്കമുള്ള ദുരന്തങ്ങളും ഹിറോഷിമ നാഗസാക്കിയിലൊക്കെ നടന്നതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആണവ നിലയങ്ങൾ എങ്ങാനും ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയും. ഇന്ത്യ അടക്കം ചിലപ്പോൾ തിരിയും. മനസ്സിലായില്ലേ? കാരണം എത്രയധികം ആൾക്കാരുടെ ജീവിതങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ആണവ നിലയം ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞാലും ഇറാന്റെ ആ ഒരു ആണവ വികരണത്തിൽ ഇറാൻ മാത്രമല്ല തൊട്ടടുത്ത രാജ്യങ്ങൾ പോലും ചിലപ്പോൾ പ്രതിസന്ധിയിലായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിശൂന്യതയൊന്നും കാണിക്കില്ല. ഇതൊക്കെ വെറും ഗിമിക്സ് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗിമിക്സ് ഇപ്പം ശ്രദ്ധിച്ചോ. അതായത് ഇറാനും ഇസ്രായേലിനും ഇറാന് കൃത്യമായിട്ടുള്ള ഹോൾഡുള്ള ഒരു സർക്കാർ, ജോ ബൈഡന്റെ സർക്കാർ, ഇറാന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സർക്കാർ അവിടെ ഇരുന്നപ്പോൾ ഇറാൻ വെല്ലുവിളിക്കുകയായിരുന്നു. ഇല്ലേ? ഇറാൻ വെല്ലുവിളി, ഞങ്ങൾ ഇപ്പൊ അടിക്കും, ഞങ്ങൾ ഇത് അടിക്കാൻ പോകുന്നു, ഖമനേയി പുറത്തു വരുന്നു, ഒറ്റ കൈകൊണ്ട് പ്രസംഗം നടത്തുന്നു. ട്രംപ് അധികാരത്തിൽ വരാൻ പോവുകയാണല്ലോ. ട്രംപ് ജയിച്ചു എന്ന വാർത്ത വന്ന ശേഷം ശ്രീജിത്ത് എവിടെയെങ്കിലും കണ്ടോ ഇറാന്റെ ഒരു വെല്ലുവിളി? കണ്ടോ? കണ്ടിട്ടില്ല, കാണില്ല. കാരണം ട്രംപ് അധികാരത്തിൽ വരാൻ പോവാണ്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രംപിനെ നമുക്ക് നിയന്ത്രിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. ട്രംപ് ഡീപ് സ്റ്റേറ്റിന് പോലും ട്രംപ് പെറ്റല്ല. ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ പോലും തള്ളിപ്പറയുന്ന ആൾക്കാരാണ്. വാഷിങ്ടണിന്റെ അധികാര ഇടനാഴികളിൽ ഇനി ഞങ്ങൾക്ക് യാതൊരുവിധ സ്റ്റേക്കും ഇല്ല എന്ന് മനസ്സിലാക്കിയ ട്രംപിന് സ്വന്തം നയമുണ്ട്. ട്രംപിന് സ്വന്തമായിട്ടുള്ള നയമുണ്ട്. ട്രംപ് സ്വന്തം പോളിസികളാണ്. ഡീപ് സ്റ്റേറ്റുകളുടെ പോളിസി ട്രംപ് വകവയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇറാൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ ഇനി മിണ്ടാനും പോകുന്നില്ല. ഇറാൻ നിർത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു. ഇപ്പോ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇറാന്റെ അംബാസഡറുമായി ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഇലോൺ മസ്ക് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതും അവർ കൂടിക്കാഴ്ച നടത്തിയത് രഹസ്യമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പൊ ഇറാൻ പ്ലീഡ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന ഉപരോധത്തിൽ ഒരു ഇളവ്. ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ എത്തി. നേരത്തെ ഇറാൻ ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത്. അല്ല, ഇറാൻ നിന്നിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, അമേരിക്ക നമ്മളെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, റഷ്യ നമ്മുടെ പുറകെ വരും. പക്ഷെ ഇവര് ഭായിയാണ്. ഉപരോധത്തിന്റെ ഫലമായിരുന്നല്ലോ അന്ന് പഴയ വിമാനം ഉപയോഗിച്ച് അവിടുത്തെ ഭരണാധികാരി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. പക്ഷെ അതിനൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഇതില്ല. ഇപ്പൊ എന്തായാലും ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇറാൻ അംബാസഡറുമായിട്ടാണ് ടെസ്ല ഉടമയായിട്ടുള്ള ഇലോൺ മസ്ക് കൂടിക്കാഴ്ച നടത്തിയത്. തിങ്കളാഴ്ച രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറിലേറെ ഈ ചർച്ച നീണ്ടു. എനിക്ക് തോന്നുന്നു ഈ കൂടിക്കാഴ്ചക്കകത്ത് പറഞ്ഞു കാണും, ഇനി മാനം മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും. ട്രംപിന്റെ വലം കൈയാണല്ലോ, ട്രംപിന്റെ വലം കൈയാണ് ഇലോൺ മസ്ക്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പോലും ഇലോൺ മസ്ക് സാറ്റലൈറ്റ് വഴി യുക്രൈനെ സഹായിക്കാൻ, ഉപഗ്രഹം വഴി യുക്രൈനെ സഹായിക്കാനായിട്ട് ഒരുപാട് ഇലോൺ മസ്ക് ശ്രമിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇലോൺ മസ്കിന്റെ സഹായം ട്രംപിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് ഇറാന്റെ ഐക്യരാഷ്ട്ര സഭയിലെ അംബാസഡറെ കണ്ടിട്ട് ട്രംപ് രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്, ഈ കൂടിക്കാഴ്ചയിൽ ഇറാനോട് പറഞ്ഞു കാണും, മനസ്സിലായില്ലേ, നിങ്ങൾ കൃത്യമായിട്ട് മാനം മര്യാദയ്ക്ക് ജീവിച്ചു പോവുക. പഴയ സർക്കാരല്ലേ അവിടെ ഇരിക്കുന്നത്, പഴയ ജോ ബൈഡൻ അല്ലേ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കാര്യം, ഈ ഇറാനും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയായിരിക്കും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടോ? ട്രംപിന്റെ വരവോടെ അത് പൂർണ്ണമായിട്ട് നിൽക്കും. പശ്ചിമേഷ്യ പൂർണ്ണമായിട്ട് നിൽക്കും. ഇനി ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഗാസ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. വടക്കൻ ഗാസ അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഒരു ദിവസം 3 തവണ നെതന്യാഹു ട്രംപിനെ വിളിക്കും. 3 തവണ വിളിക്കും. ഈ 3 തവണ വിളിക്കുമ്പോഴും ഇസ്രായേൽ ഓരോ സ്ഥലങ്ങളായിട്ട് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ യഥാർത്ഥ നയം എന്ന് പറഞ്ഞാൽ, ഞാൻ 20-ാം തീയതി എന്തായാലും അധികാരത്തിലേറും, അതിനു മുമ്പേ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഫാസ്റ്റ് അപ്പ് ചെയ്തോളൂ. ഫാസ്റ്റ് അപ്പ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ഭീകരമാനം നശിപ്പിക്കാനുണ്ടെങ്കിൽ നശിപ്പിച്ചോളൂ, ലെബനിലേക്ക് കടന്നു കയറിക്കോളൂ. ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കും. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്താം. ഗാസ മുഴുവൻ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ ഞാൻ ഒരു നിയമം കൊണ്ടുവരും. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പൊ നടക്കുന്ന യുദ്ധം, ഇപ്പൊ നിർത്തിയ യുദ്ധം അതുപോലെ തുടരുക. ഇപ്പൊ ഗാസ വരെയാണെങ്കിൽ ഇപ്പൊ റഷ്യ യുക്രൈന്റെ 30% ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്. ആ ഭൂമി അതുപോലെ തുടരുക. അതുപോലെ തുടരുക എന്ന് പറഞ്ഞാൽ റഷ്യക്ക് ആ ഭൂമി സ്വന്തം എന്നുള്ളതാണ്. അതുപോലെയാണ്. എന്തായിരുന്നാലും ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളിൽ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഇലോൺ മസ്ക് ഇറാന്റെ അംബാസഡറെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു താക്കീത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ ഇനി അടങ്ങി ഒതുങ്ങി ജീവിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട.